നേരറിയാൻ നേരിനൊപ്പം, നേരോടെ ഓരോ വാർത്തയും ചൂടോടെ. നമസ്കാരം. ഐൽസ്ബറി പ്രയർ സെന്റർ സഭാ വാർത്തകൾ വായിക്കുന്നത് മനു പത്തനംതിട്ടയോടൊപ്പം ടെസ്സി പത്തനംതിട്ട. പ്രധാന വാർത്തകൾ. ഐൽസ്ബറി പ്രയർ സെന്റർ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 3ാമത് YM സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് കൊടിയേറി. 21ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം പ്രത്യേക ദിനങ്ങളിൽ മാത്രമായി മാറിയിരിക്കുന്നു ഇംഗ്ലണ്ട് വിശ്വാസികൾ. ഷൈൻ ടാലന്റ് ടെസ്റ്റ് 2025 അനുഗ്രഹീതമായ ഐൽസ്ബറി വെച്ച് നടത്തുവാൻ ഇടയായി. ഇതിൽ ഐൽസ്ബറി പ്രയർ സെന്ററിന് മികച്ച നേട്ടം. വിശ്വാസികളുടെ മയക്കങ്ങൾ കർത്താവിന്റെ രണ്ടാം വരവ് മുന്നോടിയെന്ന് തെറ്റിദ്ധാരണകൾ. വിശ്വാസ ദൗത്യ തീരുമാനങ്ങളോട് പുറപ്പെട്ട MSC ക്രൂയിസ് യാത്ര ആഡംബരത്തിനിടയിൽ സുവിശേഷ ദൗത്യം പിന്നിലായി. സ്തോത്രത്തിൽ തുടങ്ങി സുംബ ഡാൻസിൽ അവസാനിച്ച MS ക്രൂയിസ് യാത്ര ഒരു യാത്രാക്കുറിപ്പ്. ആത്മീയ വളർച്ച ലക്ഷ്യമാക്കി ഐൽസ്ബറി പ്രയർ സെന്ററിൽ പാസ്റ്റർ മാത്യു ഐസക്കിന്റെ ശക്തമായ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി. സഭയിലെ കുട്ടിപ്പട്ടാളങ്ങളുടെ എണ്ണത്തിൽ വരും ദിവസങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് സഭയോട് ചേർന്ന മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. കായിക വാർത്തകൾ. വിന്റർ കനത്തതോടെ ക്രിക്കറ്റ് ബാറ്റിനു പകരം ബൈബിൾ. വിശ്വാസികളെ കൊണ്ട് ചർച്ചുകൾ നിറഞ്ഞു. സഭാ പാസ്റ്റർക്ക് സന്തോഷം. മെയ് മാസം 2025 കൂമ്പിമലയിൽ വെച്ച് സഭാവിശ്വാസികളുടെ കായിക മത്സരങ്ങൾ നടന്നു. കപ്പുപറക്കൽ മത്സരത്തിൽ അന്വേഷണവും വിവാദവും. വാർത്തകൾ വിശദമായി. ഐൽസ്ബറി പ്രയർ സെന്ററിന്റെ 3ാമത്തെ സൺഡേ സ്കൂൾ YM ആനിവേഴ്സറി ഐൽസ്ബറിയിൽ പുരോഗമിക്കുന്നു. സഭാ പാസ്റ്റർ മാത്യു ഐസക്കിന്റെയും സെക്രട്ടറി മനു ബേസിന്റെയും നേതൃത്വത്തിൽ പ്രോഗ്രാംസ് അതിഗംഭീരമായി നടക്കുന്നു. ഐൽസ്ബറിയിൽ നിന്ന് നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ മിസ്റ്റർ വില്യം ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ മിസ്റ്റർ വില്യം, കേൾക്കുന്നുണ്ടോ? ഹലോ മിസ്റ്റർ വില്യം കേൾക്കുന്നുണ്ടോ? മിസ്റ്റർ മനു, കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവളുടെ ശബ്ദകോലാഹലങ്ങൾ നിമിത്തം അല്പം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. എങ്കിലും താങ്കൾക്ക് തുടരാവുന്നതാണ്. മിസ്റ്റർ വില്യം, അവിടെ എന്താണ് നടക്കുന്നത് അറിയാൻ നമ്മുടെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മിസ്റ്റർ വില്യം, കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? മനു, നമ്മളുടെ APC ന്യൂസ് ചാനൽ പ്രവർത്തിക്കുന്ന തന്നെ സ്പഷ്ടമായും വ്യക്തമായും ചൂടോടുകൂടി വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിന് വേണ്ടിയാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ഇവിടെ നമ്മളുടെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ്. ഇവരുടെ APC ചർച്ചിൻ്റെ ഭാഗമായിട്ട് 3ാമത്തോടുള്ള വാർഷികത്തോടനുബന്ധിച്ച് ഇവിടുത്തെ യൂത്തിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും എല്ലാം പ്രോഗ്രാമുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ വില്യം, ആരെങ്കിലും പ്രമുഖർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ? പ്രമുഖനായ ഒരു പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ അദ്ദേഹം ആരാണെന്നുള്ള അറിവ് നമുക്ക് ഇതുവരെയായിട്ടും കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല. മനു, മിസ്റ്റർ വില്യം, എന്തെല്ലാം പ്രോഗ്രാംസ് ആണ് ഇന്ന് നടത്തപ്പെടുക? വല്ല അറിവും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കുട്ടികളുടെയും യുവാക്കളുടെയും പ്രത്യേകമായ പ്രോഗ്രാമുകൾ ഇവരുടെ പ്രാർത്ഥനകൾക്ക് ശേഷം ഇവിടെ നടത്തപ്പെടുന്നതാണ് അറിയാൻ നമുക്ക് സാധിച്ചത്. അപ്പോൾ അല്പം പ്രായം ചെന്നവരെ ഈ പ്രോഗ്രാമിൽ കൂട്ടത്തിലെന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല മനു, ഒരിക്കലുമല്ല. ഞാനിവിടെ മൊത്തം അന്വേഷിച്ചു. തല നരച്ച ഒരാളെ പോലും എനിക്കിവിടെ കാണുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമായ കാര്യം. ഒരുപക്ഷെ ഡൈ ചെയ്തത് വന്നതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇവിടെ എല്ലാവരും ഒരുപാട് കുട്ടികളും യുവാക്കളെല്ലാം ഒരുപാട് ഹരത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മുടെ UK നേരിടുന്ന അതിശൈത്യമായ സമയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തണുപ്പിനെ പോലും വകവെക്കാതെ ഇവിടെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഇവിടെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ വില്യം, ഇവർക്ക് വല്ല ഡ്രസ് കോഡ് ഉണ്ടാകുമോ? ഡ്രസ് കോഡിനെ കുറിച്ച് എനിക്ക് വേറെ പ്രത്യേകമായ അറിവുകളൊന്നും കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ താങ്കളുമായിട്ട് പങ്കുവെക്കാം. ഇവിടെ ആറന്മുള സദ്യയേക്കാൾ വളരെ ഗംഭീരമായ സദ്യ ഇവിടെ പ്രോഗ്രാമിന് ശേഷം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. മിസ്റ്റർ വില്യം, അവിടെയുള്ള ആരെങ്കിലുമായി താങ്കൾക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞുവോ? മനു, ഞാൻ ഇവിടുത്തെ ചർച്ചിലെ പാസ്റ്ററേയും വൈഫിനെ ഞാൻ ഇവിടെ മൊത്തം അന്വേഷിച്ചു. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് അവരെ ഇവിടെ കണ്ടെത്താനായിട്ടില്ല. ഒരുപക്ഷെ ഈ പ്രോഗ്രാമിന് അനുബന്ധിച്ച് അവർ തിരക്കായതുകൊണ്ടാവും. മിസ്റ്റർ വില്യം, ഏതായാലും പരിപാടികളെല്ലാം ഭംഗിയായി അവസാനിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ആശംസിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളുടെ ചാനലിൽ തന്നെ നിങ്ങൾ തുടരുക. കൂടുതൽ വാർത്തകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ക്യാമറമാൻ എബലിനോടൊപ്പം വില്യംസ്. 21ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം പ്രത്യേക ദിനങ്ങളിൽ മാത്രമായി മാറിയിരിക്കുന്നു ഇംഗ്ലണ്ട് വിശ്വാസികൾ. മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ഇന്നും യഥാർത്ഥ വിശ്വാസികളിൽ ജീവിക്കുന്നു. അഭിഷേകം ഏതു സമയത്തും പകരപ്പെടുന്നു എന്നുമാണ് പെന്തക്കോസ്ത് ഗോളത്തിന്റെ മൊത്തമായുള്ള വിശ്വാസം.
എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സാധാരണക്കാരായ സഭാ ശുശ്രൂഷന്മാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇടകൂട്ടായ്മകളിലും വിശുദ്ധ സഭായോഗങ്ങളിലും അതേ പരിശുദ്ധാത്മാവ് വിശ്രമിക്കുകയാണെന്നും, എന്നാൽ അതേ സഭകളിലെ വിശ്വാസികളുടെ മധ്യത്തിലേക്ക് കൺവെൻഷൻ പ്രാസംഗികരോ പ്രവാചക ഗണത്തിൽപ്പെട്ടവരോ വരുമ്പോൾ മാത്രം ശക്തിയോടെ ആത്മാവിൽ നിറയപ്പെടുന്ന വിശ്വാസികളെയും കൂടാതെ വലിയ ഒരു ആത്മീയ പകർച്ച നടക്കുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകൾക്കനുസരിച്ച് സഭകളിൽ തങ്ങളുടെ വിശ്വാസികൾ ഈ കൂട്ടത്തിൽ ഉള്ളവരാണോ എന്ന് പരിശോധിക്കണമെന്ന് പാസ്റ്റർമാരുടെ ഒരു കൂട്ടം അറിയിക്കുകയുണ്ടായി. പ്രവാചകണത്തിൽപ്പെട്ടവരെ കാണുമ്പോൾ മാത്രമുള്ള ആത്മപകർച്ച എന്തുകൊണ്ടാണെന്നും ഇനി വരുന്നവർ തൽക്കാലത്തേക്ക് കൊണ്ടുവരുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഐൽസ്ബറി പ്രയർ സെന്റർ വിശ്വാസികൾ അത്തരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ദേവദാസൻ മീഡിയകളോട് പറഞ്ഞിട്ടുണ്ട്. ആത്മാവുള്ളിടത്ത് എന്നും ആത്മപകർച്ച ഉണ്ടാകുമെന്നത് വിശ്വാസികൾ മറന്നുപോകരുതെന്നും ദേവദാസന്മാർ അറിയിച്ചിട്ടുണ്ട്. റോമർ 12:2 ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് തിരിച്ചുവരാം. ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും അവസാന ദിവസത്തെ സദ്യയും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് സഹോദരന്റെ മുഖത്ത് ഒരു സന്തോഷവുമില്ലല്ലോ, ആകെ ഒരു ദേഷ്യം. എന്നാ വിഷയം? ഉപവാസ പ്രാർത്ഥനയൊക്കെ അനുഗ്രഹവും വിടുതലുമായിരുന്നു. പക്ഷെ ആ സദ്യയില് അതെല്ലാം തകർത്തു. ഒന്നും പറയണ്ട. ഒന്നിനും ഉപ്പുമില്ല, പുളിയില്ല. മീൻകറിയും സാമ്പാറൊക്കെ നമ്മുടെ ഇല ഒഴിച്ചാൽ മതി, അപ്പുറത്തെ ടേബിളിൽ തന്നെ എത്തിക്കോളും. പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ആഹാ, അത് ഏതായിരുന്നു ആ കേറ്ററിംഗ്? ആർക്കറിയാം. എന്നാ പിന്നെ നിങ്ങളുടെ സഭക്കാർക്ക് A&B കേറ്ററിംഗിന് ഓർഡർ കൊടുത്താൽ പോരായിരുന്നു? ഇനി അവരുടെ മേന്മ എന്താണോ? അതെ, അതല്ലേ അറിയേണ്ടത്. എയിൽസ്ബറിയിൽ അറിയപ്പെടുന്ന കേറ്ററിംഗിൽ ഒന്നാണിത്. സ്വാദിന്റെ കാര്യത്തിൽ ഒന്നും പറയണ്ട. അതിലുപരി മായമില്ലാത്ത മസാലക്കൂട്ടുകൾ, അതായത് സ്വന്തം വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മസാലക്കൂട്ടുകൾ ചേർത്ത് മാത്രമേ ഇവർ ഭക്ഷണം പാകം ചെയ്യാറുള്ളൂ. ഇവരുടെ മെയിൻ ഷെഫിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട. ഭക്ഷണത്തിന്റെ ഗുണമേന്മ അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടേ അത് തീൻമേശയിൽ എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്ക് പോലും കണ്ണുമടച്ച് ആ ഭക്ഷണം കൊടുക്കാവുന്നേ. എല്ലാവിധമായ ഭക്ഷണ പദാർത്ഥങ്ങളും ഇവരിൽ കൂടി നമുക്ക് പറയുന്ന സമയത്ത് കിട്ടുമെന്നേ, അതും ആവി വറക്കുന്ന ചൂടിൽ തന്നെ. ബിരിയാണി, മന്തി, നാടൻ സദ്യ, അപ്പങ്ങളായ കള്ളപ്പം, ഇടിയപ്പം, പാലപ്പം, അതും കറികളോടൊപ്പം പറക്കുന്ന അളവിനേക്കാൾ കൂടുതൽ നമുക്ക് ലഭിക്കുന്നതാണ്. വിലയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അതെ, ശുദ്ധമായ ഭക്ഷണ സാധനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യും. A&B കാറ്ററിംഗ് സർവീസ്, പ്രൊപ്രൈറ്റർ അനിൽ വർഗീസ്, ഐൽസ്ബറി. ചർച്ച് ഓഫ് ഗോഡ് UK മലയാളം സെക്ഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഷൈൻ ടാലന്റ് ടെസ്റ്റ് 2025 നവംബർ 20 ഐൽസ്ബറിയിൽ വെച്ച് ദൈവകൃപയാൽ അനുഗ്രഹീതമായി നടത്തപ്പെട്ടു. ഏകദേശം 16 സഭകൾ പങ്കെടുത്ത ഈ പരിപാടിയിൽ ആത്മീയവും കലാപരവുമായ കഴിവുകളുടെ വാശിയേറിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. സോളോ ഗാനം, ഗ്രൂപ്പ് സോങ്, പ്രസംഗം, ബൈബിൾ ക്വിസ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായി നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രതീക്ഷിച്ചതിലും നേട്ടമായി ഐൽസ്ബറി പ്രയർ സെന്ററിൽ ലഭിച്ച 2 പ്രൈസുകൾ സഭയുടെ മൊത്തം പോയിന്റിന് വർധനവിലും നിർണായകമായി പങ്കുവഹിച്ചെന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. വ്യക്തിഗത ഇനങ്ങളിൽ സജി ജോൺ പോയം റൈറ്റ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഫസ്റ്റ് പ്രൈസ് നേടുകയും ഏബൽ അനിൽ സോങ് വിഭാഗം ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കുകയും ചെയ്തു. കൂടാതെ ഗ്രൂപ്പ് സോങ് വിഭാഗത്തിൽ സാം ചാലക്കുടിയുടെ കഠിനമായ പരിശീലനവും ആത്മാർത്ഥവുമായ നേതൃത്വം ശ്രദ്ധേയമായി. തുടർച്ചയായ ട്രെയിനിങ്ങും കൂട്ടായ പരിശ്രമം മൂലം ഐൽസ്ബറി പ്രയർ സെന്റർ ഗ്രൂപ്പ് സോങ്ങിന് ടീം സെക്കൻഡ് പ്രൈസ് നേടുവാനിടയായി. ഈ നേട്ടം സംഘത്തിന്റെ ഐക്യവും അർപ്പണബോധവും വ്യക്തമാക്കുന്നതാണെന്ന് സഭാ നേതൃത്വം അഭിപ്രായപ്പെട്ടു. ഈ നേട്ടങ്ങൾ സഭയിലെ യുവജനങ്ങളുടെ ആത്മീയവും കലാപരവുമായ കഴിവുകൾക്ക് ലഭിച്ച അംഗീകാരമാണെന്നും ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് ഇത് കൂടുതൽ പ്രചോദനമാവുമെന്നും സഭാ നേതൃത്വം അറിയിച്ചു. പരിപാടിയുടെ വിജയത്തിനായി അധ്വാനിച്ച സംഘാടകർക്കും പങ്കെടുത്ത എല്ലാ സഭകൾക്കും ചർച്ച് ഓഫ് ഗോഡ് നേതൃത്വത്തിന്റെ നന്ദിയും രേഖപ്പെടുത്തി. വിശ്വാസികളുടെ മയക്കങ്ങൾ കർത്താവിന്റെ 2ാം വരവിന്റെ മുന്നോടിയെന്ന് തെറ്റിദ്ധാരണകൾ. ഐൽസ്ബറി പ്രയർ സെന്റർ സഭയിലെ വിശ്വാസികൾ അവരുടെ ജോലി സ്ഥലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഇടയ്ക്കിടെ മയങ്ങി വീഴുന്നതായും മയക്കത്തിൽ നിന്നും ഉറക്കത്തിൽ നിന്നുമൊക്കെ ഞെട്ടി ഉണരുമ്പോൾ
കർത്താവിന്റെ രണ്ടാം വരവെന്നും കർത്താവ് വന്നു പോയോ, ഞാൻ എടുക്കപ്പെട്ടില്ലേ എന്നൊക്കെ വിളിച്ചു പറയുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏതു സമയവും പ്രതീക്ഷിക്കാവുന്നതാണെന്നും അതിൽ ജീവിതങ്ങൾ എടുക്കപ്പെടുമോ എന്നുള്ള ഒരു പ്രത്യേകതരമായ മനോഭീതിയാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എപ്പോഴും ഒരുക്കമുള്ളവരുമായി പ്രത്യാശയോടെ ജീവിക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരമെന്ന് പഠനങ്ങൾ പറയപ്പെടുന്നു. ജോലിസ്ഥലത്ത് മയങ്ങിയ സജി ജോൺ എന്ന വ്യക്തിയുമായി നമ്മുടെ APC ന്യൂസ് ചാനൽ സംസാരിക്കുകയുണ്ടായി. ടെസി, നമുക്കെന്നാ ലൈവ് ഇന്റർവ്യൂ കണ്ടിട്ട് നമുക്ക് തിരിച്ച് ന്യൂസിലേക്ക് മടങ്ങി വരാം. മാന്യപ്രേക്ഷകർക്ക് APC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏൽസ്ബറിയിൽ നിന്നും മിസ്റ്റർ സജി ജോൺ ആണ്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്നാൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് വില്യം ചോദിച്ചത്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ആദ്യത്തെ കർത്താവിൻ്റെ വരവിൽ കർത്താവ് രക്ഷകനായിട്ട് വന്നു. അവൻ രണ്ടാമത്തെ വരവിൽ വരുന്നത് ന്യായാധിപതിയായിട്ടും അവൻ രാജാവുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ആദ്യത്തെ വരവിൽ അനേകരെ അവൻ സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്തു. ഈ രണ്ടാമത്തെ വരവിൽ വരുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ അവൻ സകലരെയും ന്യായം വിധിക്കുവാൻ വേണ്ടിയാണ് വരുന്നത്. ആദ്യത്തെ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാത്ഭുതമായിട്ടാണ് അറിയുവാൻ നമുക്ക് സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ രണ്ടാമത് ദൂതന്മാരോടൊപ്പം വരുമെന്ന്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 വാക്യത്തിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അവൻ്റെ വരവ് അപ്രതീക്ഷിതമായിരിക്കും എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ വരവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ കാഹള ശബ്ദത്തോടും കൂടിയാണ് വരുന്നത്. അത് കൊടുന്നേരെ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. യേശുവിന്റെ രണ്ടാം വരവിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അടയാളങ്ങളായിട്ട് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ, ഇതൊക്കെ ഈ യേശു ക്രിസ്തു തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ലേഖനങ്ങളിലും അത് പറയുന്നുണ്ട്, മനുഷ്യരെന്തുവാണ് സ്വസ്നേഹികളും നിയമവിരുദ്ധരും അവരാണെങ്കിൽ അവരുടെ സ്നേഹം തണുത്തു പോയവരായി തീരുമെന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കർത്താവ് വേറൊരു ലക്ഷണമായിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഈ ഭൂമിയിൽ സകല ജനങ്ങളുടെ മേലും പകരപ്പെട്ട ശേഷം കർത്താവിൻ്റെ വരവ് സംഭവിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സാർ, അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നമുക്കിത് അവസാനിപ്പിക്കാം. യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. എപ്പോൾ യേശുക്രിസ്തു വരുമെന്നാണ് താങ്കളുടെ അഭിപ്രായം? യേശുക്രിസ്തു എപ്പോൾ വരുമെന്നുള്ളത് ആർക്കും പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. അതിനകത്ത് ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 36 വാക്യത്തിൽ ആ ദിവസത്തെ നാഴികയെ പറ്റി ആരും അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്കൊരു തീയതി കണക്കൂട്ടുവാൻ സാധിക്കുകയില്ല. പക്ഷേ കർത്താവ് അതിന് ചില സൂചനകൾ മാത്രമേ തന്നിട്ടുള്ളൂ. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ആ നാഴികയെ പറ്റി പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർ പോലും അറിയുന്നില്ല, പിതാവാം ദൈവം മാത്രം അറിയുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയം. ഈ തിരക്കിനിടയിലും ഞങ്ങളോട് സഹകരിച്ച സാറിനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും APC ന്യൂസിന് വേണ്ടി ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്യുന്നു. ടെസി, നമുക്ക് എന്നാൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റ് ന്യൂസുകളിലേക്ക് തിരിച്ചു വരാം. മനച്ചായോ, എന്താ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? അനന്ത ചേച്ചിയെ കാണാനില്ലയോ? ഒന്നും പറയണ്ടെന്നേ, ഞങ്ങളുടെ ചർച്ചിന്റെ ആനിവേഴ്സറി അടുത്ത് സൗണ്ട് സിസ്റ്റവും നല്ലൊരു കൊയർ ഗ്രൂപ്പിനെ ആവശ്യമാണെന്നേ. ഞാൻ പലയിടത്തും അന്വേഷിച്ചു. അവർ പറയുന്നത് ഡ്രംസ് അടിക്കാൻ ആളുള്ളപ്പോൾ പിയാനോ വായിക്കാൻ ആളില്ല, ഇൻസ്ട്രുമെന്റ് വായിക്കാൻ എല്ലാവരും ഉള്ളപ്പോൾ മെയിൽ ഓർ ഫീമെയിൽ വോയിസ് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിയുവാണെന്നേ. ഈ നേരത്ത് എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ സഹോദരി. ഓ, ഈ നിസ്സാര കാര്യത്തിനാണ് അച്ഛൻ ഇങ്ങനെ സ്ട്രെസ് അടിക്കുന്നത്? എല്ലാം ഒത്തിണങ്ങിയ ഒരു കോർ ഗ്രൂപ്പ് UK-യിൽ എനിക്കറിയാവുന്നേ. എല്ലാവിധമായ ഇൻസ്ട്രുമെന്റ്സ് മോഡേൺ ആയിട്ടുള്ളതും അതിമനോഹരമായി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യാൻ അറിയുന്നവർ. പോരാത്തതിന് കൊയറിനെ ഒന്നുകൂടി മോടി പിടിപ്പിക്കാൻ ഒരു പുതിയ പ്രൊഫഷണൽ കീബോർഡിസ്റ്റിനെ, അതായത് സാം ചാലക്കുടി, കീബോർഡ് വായിക്കാൻ ആക്കിയിട്ടുണ്ട്. അത് മാത്രമോ, മെയിൽ ഫീമെയിൽ വോയിസിന്റെ കാര്യം പറയേ വേണ്ട. എത്ര മനോഹരമായിട്ടാണ് അവർ പാടുന്നത്. ശിശുപ്രതിഷ്ഠ, ഭവനപ്രതിഷ്ഠ, വിവാഹം, മരണം, ഏത് പരിപാടി ആയിക്കോട്ടെ, എല്ലാം അതിന്റെ പ്രാധാന്യം കൊടുത്ത് അതിമനോഹരമായി അത് ചെയ്തു കൊടുക്കപ്പെടും.
അതെയോ? അതറിയാൻ ഞാൻ വൈകിയല്ലോ. ഏതാണ് ആ ഗായക സംഘക്കാർ? ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തേക്കാം. ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. അതെ, കാതുകൾക്ക് ഇമ്പമുള്ളതും ഹൃദയങ്ങൾക്ക് കുളിർമയേകുന്നതുമായ മനോഹരമായ പാട്ട് കേൾക്കുവാൻ സമീപിക്കുക. അമേസിംഗ് ഗ്രേസ് കൊയർ ഗ്രൂപ്പ്. കോൺടാക്ട് ജോമറ്റ് പോൾ ആൻഡ് ടീം, ഐൽസ്ബറി. വിശ്വാസദൗത്യ തീരുമാനങ്ങളോടെ പുറപ്പെട്ട MSc ക്രൂയിസ് യാത്ര ആഡംബരത്തിനിടയിൽ സുവിശേഷ ദൗത്യം പിന്നിലായി. സ്തോത്രത്തിൽ തുടങ്ങി ജുംബ ഡാൻസിൽ അവസാനിച്ച MSc ക്രൂയിസ് യാത്ര ഒരു യാത്രാക്കുറിപ്പ്. MSc ക്രൂയിസ് ട്രിപ്പ് ഫെബ്രുവരി 14, 2025 ഐൽസ്ബറി പ്രയർ സെന്ററിൽ നിന്ന് കുട്ടികൾ ഉൾപ്പെടെ 27 പേരടങ്ങുന്ന ഒരു കൂട്ടം വിശ്വാസി സമൂഹം സതാംപ്ടൺ ടു ജർമ്മനി, ബെൽജിയം, നെതർലാൻഡ്, ഫ്രാൻസ് എന്നീ സ്ഥലങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്ര തിരിക്കുന്നതിന് മുൻപേ ദൈവസഭയെ സഹോദരിമാർ വിവിധ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അതിലൊന്നായിരുന്നു യാത്രക്കിടയിൽ കപ്പലിൻ്റെ അകത്തും ഇറങ്ങുന്ന തുറമുഖത്തും സുവിശേഷം അറിയിക്കുമെന്നും പരസ്യയോഗങ്ങൾ നടത്തുമെന്നും. തൻ്റെ കുഞ്ഞാടുകളുടെ ശുഷ്കാന്തി കണ്ട് സഭാ ശുശ്രൂഷകൻ പോലും ആശ്ചര്യപ്പെടുകയുണ്ടായി. എന്നാൽ യാത്ര തുടങ്ങിയപ്പോൾ ഏവരും ശാന്തരും സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരുന്നു. കപ്പൽ മുന്നോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ചെറുതായി പല രീതിയിൽ വീശാൻ തുടങ്ങി. കാറ്റ് രൂപത്തിലല്ലെന്ന് മാത്രം. കപ്പലിലെ ആഡംബര തീന്മേശകളും നീന്തൽക്കുളങ്ങളും പലവിധമായ ഗെയിമുകളും കണ്ടപ്പോൾ സഹോദരിമാരുടെ സ്തോത്ര ശബ്ദം നിലച്ചതായി പറയപ്പെടുന്നു. സഹോദരിമാർ സൂംബ ഡാൻസിൽ മതിമറക്കുകയും അതിൻ്റെ ആവേശത്തിൽ കുടുങ്ങിപ്പോയതുകൊണ്ടാകാം സുവിശേഷീകരണവും പരസ്യങ്ങളും പാടെ മറന്നുപോവുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നിരുന്നാലും ക്രൂയിസ് ട്രിപ്പ് വളരെ അനുഗ്രഹവും സന്തോഷം പകർന്നതുമായ ഒരനുഭവമെന്ന് യാത്രക്കാർ അഭിപ്രായപ്പെട്ടു. ഫെബ്രുവരി 21, 2025 യാത്രാ കപ്പൽ സതാംപ്ടൺ തീരത്ത് തിരിച്ചെത്തുകയും ചെയ്തു. 2027 ആഗസ്റ്റിൽ പോകുന്ന അടുത്ത ക്രൂയിസ് ട്രിപ്പിൽ തങ്ങളുടെ കുറവുകൾ നികത്തുമെന്ന് സഹോദരിമാർ ഉറപ്പു നൽകി. ആത്മീയ വളർച്ച ലക്ഷ്യമാക്കി ഐൽസ്ബറി പ്രയർ സെന്ററിൽ പാസ്റ്റർ മാത്യു ഐസക്കിന്റെ ശക്തമായ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി. ഐൽസ്ബറി പ്രയർ സെന്ററിന്റെ ആത്മീയ വർധനയും സഭയുടെ ദീർഘകാല ദർശനവും മുൻനിർത്തി പാസ്റ്റർ മാത്യു ഐസക് ശക്തമായ നേതൃത്വത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ ഫാസ്റ്റിംഗ് പ്രാർത്ഥനകളും ആഴത്തിലുള്ള വചന പാണ്ഡിത്യവും മുഖേന സഭയിലെ വിശ്വാസികളെ ആത്മീയമായി ബലപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതിൽ സഭാംഗങ്ങൾ ഏറെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തി. സഭാംഗങ്ങളുമായി വ്യക്തിപരമായ അടുപ്പം നിലനിർത്തിയും ആത്മീയ ശിക്ഷണത്തിൽ കർശനമായ അച്ചടക്കം പാലിച്ചും സഭയെ മുന്നോട്ട് നയിക്കുന്ന പാസ്റ്റർ മാത്യു ഐസക്കിന്റെ നേതൃത്വത്തെ വിശ്വാസി സമൂഹം അഭിനന്ദിച്ചു. ഈ ആത്മീയ ഉണർവിന്റെ ഭാഗമായി സഭയുടെ നേതൃത്വ നിരയിൽ വൻ അഴിച്ചുപണികൾ നടന്നു. വാശിയേറിയ വോട്ടെണ്ണലിന് ശേഷം ഏകപക്ഷീയമായ പിന്തുണയോടെ മനു ബേസിൽ ചർച്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷററായി സജി ജോണിനെയും YM സെക്രട്ടറിയായി സുബീനെയും സഭ അംഗീകരിച്ചു. പുതിയ ഭരണസമിതി സഭയുടെ ആത്മീയ ദൗത്യങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നേതാക്കൾ അറിയിച്ചു. സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾ കൂടുതൽ അനുഗ്രഹവും ഫലപ്രദവുമാകുമെന്ന പ്രതീക്ഷയോടെ വിശ്വാസി സമൂഹം കാത്തിരിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം കായിക വാർത്തകൾ. എന്താ സഹോദരന്മാരെ, വലിയ ചിന്തയിലാണല്ലോ. ഹലോ സുബിൻ, സാം, വില്യം, 3 പേരും ഒരുമിച്ച് വലിയ ആലോചനയാണല്ലോ. ഓ, എന്നാ പറയാനാ സഹോദര, ഭാര്യമാര് ഗർഭിണികളാണെന്നേ. അവരുടെ പ്രസവാന ശുശ്രൂഷയും കുഞ്ഞിനെ നോക്കലും എല്ലാം കൂടി ആലോചിക്കും തന്നെ തല പുകയുക. ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മയെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കിട്ടുന്ന സാലറി എല്ലാം ഇവിടെ ചെലവാകുകയാണ്. റെന്റ്, കൗൺസിൽ ടാക്സ്, വാട്ടർ ചാർജ്, ഇലക്ട്രിസിറ്റി, ഇൻഷുറൻസ്, അത് ഇത് എല്ലാം കൂടി ആലോചിക്കുമ്പം തന്നെ മുഴുവൻ പൈസ ചെലവാകുക. പിന്നെ എങ്ങനെ ടിക്കറ്റും വിസയൊക്കെ എടുക്കാനാണ്? ഇത്രയേ ഉള്ളോ കാര്യം? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല, എന്ത് കാര്യം? ഞങ്ങളൊന്നും അറിഞ്ഞില്ല. നിങ്ങൾ ഈ അമ്മമാരെ ഈ തണുപ്പത്ത് കൊണ്ടുവന്ന് അമ്മമാരെ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യാനും അമ്മയും കുഞ്ഞിനെയും കുളിപ്പിക്കാനും മറ്റ് എല്ലാ ശുശ്രൂഷയ്ക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരാൾ നമ്മുടെ സഭയിൽ തന്നെ ഉണ്ടെന്നേ. പഴയ എബ്രായ സൂതികർമ്മിണികളെക്കാളും
പ്രഗത്ഭയായ ഒരു സഹോദരി നമ്മുടെ ഇടയുള്ളപ്പോൾ എന്തിനാ ഈ ചിന്താകുലങ്ങൾ? അതെ, എല്ലാവിധ പ്രസാനന്ദ ശുശ്രൂഷകൾക്കും 1 പൗണ്ട് പോലും മേടിക്കാതെ ദൈവനാമത്തിൽ ചെയ്തു കൊടുക്കും. സമീപിക്കുക. ബിൻസി ആനി. മറക്കണ്ട, അമ്മമാരെ വിട. ബിൻസി സഹോദരി സ്വാഗതം. സഭയിലെ കുട്ടിപ്പട്ടാളങ്ങളുടെ എണ്ണത്തിൽ വരും ദിവസങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സഭയോട് ചേർന്ന മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. ഇപ്പോൾ നിലവിലുള്ള കുട്ടിപ്പട്ടാളങ്ങളെ ആത്മീയമായി രൂപപ്പെടുത്തുന്നതിനായി പാസ്റ്റർ മാത്യു ഐസക്കിന്റെയും മനു ബേസിന്റെയും നേതൃത്വം നൽകുന്ന പ്രത്യേക ശിക്ഷണ പരിപാടികൾ ഈ ദിവസങ്ങളിൽ സജീവമായി പുരോഗമിക്കുകയാണെന്ന് സഭാവൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതോടൊപ്പം അനിത മനുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ പഠനം ദൈവകൃപയാൽ അത്യന്തം അനുഗ്രഹീതമായി മുന്നോട്ടു പോവുകയാണ്. വചനത്തിൽ ആഴത്തിലുള്ള അറിവും ആത്മീയ സമർപ്പണവുമുള്ള സൺഡേ സ്കൂൾ അധ്യാപകർ കുട്ടികളുടെ ആത്മീയ വളർച്ചയ്ക്ക് ശക്തമായി അടിത്തറ പാകുന്നതായി സഭാംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തും. ബൈബിൾ പഠനം, പ്രാർത്ഥന, ഗാന ശുശ്രൂഷ എന്നിവയിലൂടെ കുട്ടികൾ ക്രിസ്തീയ മൂല്യങ്ങളും ആത്മീയ ശിക്ഷണവും സമഗ്രമായി പകർന്നു നൽകാൻ സൺഡേ സ്കൂളിന് കഴിയുന്നുണ്ടെന്നും നേതൃത്വം അറിയിച്ചു. കുട്ടികളുടെ സജീവ പങ്കാളിത്തവും രക്ഷിതാക്കളുടെ മികച്ച സഹകരണവും സൺഡേ സ്കൂളിനെ ശക്തമായി മാറിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല കുടുംബങ്ങളിലേക്കും സഭയിലേക്കും ആത്മീയ പുതുജീവൻ പകർന്നു നൽകുന്നതായി നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇന്ന് നട്ടുവളർത്തുന്ന ഈ ആത്മീയ വിത്തുകൾ വരും തലമുറകൾക്കും മഹത്തായ അനുഗ്രഹമായി മാറുമെന്ന് സഭാ നേതൃത്വം ആത്മവിശ്വാസത്തോടെ അറിയിച്ചു. കായിക വാർത്ത. വിന്റർ കനത്തതോടെ ക്രിക്കറ്റ് ബാറ്റിന് പകരം ബൈബിൾ. വിശ്വാസികളെ കൊണ്ട് ചർച്ചുകൾ നിറഞ്ഞു. സഭാ പാസ്റ്റർക്ക് സന്തോഷം. വിന്റർ കനത്തതോടെ പ്രയർ സമയത്ത് ക്രിക്കറ്റ് ബാറ്റ് പിടിച്ചിരുന്ന കൈകൾ ഇപ്പോൾ ബൈബിൾ പിടിക്കാൻ തുടങ്ങിയതായി സഭാ പാസ്റ്റർ സന്തോഷപൂർവ്വം അറിയിച്ചു. തണുപ്പ് കൂടിയതോടെ ഗ്രൗണ്ടുകൾ ശൂന്യമായെങ്കിലും ചർച്ചും ഇടയോഗങ്ങളും വിശ്വാസികളാൽ നിറഞ്ഞൊഴുകുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻപ് ഓരോ ഓവർ കഴിഞ്ഞു വരാ എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ആമേൻ പറഞ്ഞ് ആദ്യ ബെഞ്ചിൽ തന്നെ ഇരിക്കുന്ന കാഴ്ച പാസ്റ്റർക്ക് വലിയ ആത്മീയ ആനന്ദം നൽകുന്നുണ്ടത്രേ. ഈ അവസ്ഥ തുടർന്ന് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇനി സമ്മർ വേണ്ട, വിന്റർ സീസൺ മാത്രം മതിയെന്ന് കർത്താവിനോട് പ്രത്യേക പ്രാർത്ഥന നടത്തി വരുന്നതായും സഭാവൃത്തങ്ങൾ നമ്മുടെ APC റിപ്പോർട്ടറെ അറിയിച്ചു. മെയ് മാസം 2025 കൂമ്പിമലയിൽ വെച്ച് ചർച്ച് വിശ്വാസികളുടെ കായിക മത്സരങ്ങൾ നടന്നു. കപ്പ് പറക്കലിൽ മത്സരത്തിൽ വിവാദവും അന്വേഷണവും. മെയ് മാസം 2025 ചർച്ചിലെ വിശ്വാസികളെല്ലാം കൂമ്പിമലയിൽ ഒത്തുകൂടുകയും അതിനോടനുബന്ധിച്ച് സംയുക്തമായി സംഘടിപ്പിച്ച കായിക മത്സരങ്ങളിൽ ആവേശകരമായ മത്സരങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. വിവിധ ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ സജു വർഗീസ് 1ാം സ്ഥാനവും സുരേഷ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. എന്നാൽ ഏറെ ശ്രദ്ധേയമായ കപ്പ് പറക്കൽ മത്സരത്തിൽ വിവാദവും ഉയർന്നു. മത്സരത്തിൽ ചതിയിലൂടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയതാണെന്ന് ആരോപണം സുരേഷ് ഞങ്ങളുടെ ലേഖകനോട് പങ്കുവച്ചു. വിഷയത്തിൽ അസംതൃപ്തി അറിയിച്ച സുരേഷ് ഇത് സംബന്ധിച്ച് ചർച്ച് നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിച്ചതായും സംഭവത്തിൽ യോഗ്യമായ അന്വേഷണം നടത്തി തക്കതായ നടപടി സ്വീകരിക്കണമെന്നും ചർച്ച് നേതൃത്വം അറിയിച്ചതായും വ്യക്തമാണ്. മത്സരങ്ങളുടെ ഫലം മാത്രമല്ല, മത്സരങ്ങളുടെ സുതാര്യതയും നീതിയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം വീണ്ടും മുന്നോട്ട് വെക്കുന്നതെന്ന് സഭാവിശ്വാസികൾ അഭിപ്രായപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റ് ഇവിടെ അവസാനിക്കും. ഇനിയും അടുത്ത വാർത്താ ബുള്ളറ്റ് അടുത്ത വർഷം സൺഡേ സ്കൂൾ ആൻഡ് യൂത്ത് ആനിവേഴ്സറി. നന്ദി, നമസ്കാരം.